നമസ്കാരം. ഓൾഡ് ഈസ് ഗോൾഡ് നമുക്കേറെ സുപരിചിതമായ ഒരു വാചകമാണ്. ആ വാചകം കേൾക്കുമ്പോൾ, ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു വിശ്വാസ്യത അതിനകത്ത് നമുക്ക് തോന്നും. അതേപോലെ 1984 കോട്ടയം ജില്ലയിലെ തെള്ളകം കാരിത്താസ് ജംഗ്ഷനിൽ ഒരു ചെറിയ ഷോപ്പായി ആരംഭിച്ച് മധ്യ തിരുവിതാംകൂറിലെ ആളുകളുടെ മനസ്സ് അറിഞ്ഞ്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് മുന്നേറിയ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലൂടെ ഞാനിന്ന് പങ്കുവെക്കുന്നത്. കോട്ടയം ജില്ലയിലെ തെള്ളകം കാരിത്താസ് ജംഗ്ഷനിലുള്ള എൽബ ട്രേഡേഴ്സ് കർട്ടൻ ഫർണിഷിംഗ് മെറ്റീരിയലിൻ്റെ കേരളത്തിലെ ഹോൾസെയിൽ ഡീലറാണ്. നമ്മളുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും അതേപോലെ മറ്റ് ഓഫീസുകളുമൊക്കെ മയിൽപ്പീലി വർണ്ണങ്ങൾ, മാരിവൽ വർണ്ണങ്ങൾ വിതറാൻ കഴിയുന്ന ഒരുപാട് മെറ്റീരിയൽസാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 85,000 സ്ക്വയർ ഫീറ്റിൽ വ്യത്യസ്തമായ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തെള്ളകം എൽബ ട്രേഡേഴ്സിൻ്റെ ചെയർമാൻ കുര്യൻ സാറും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി സാലി കുര്യൻ മടത്തെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. സാറേ, വീഞ്ഞ് പഴകുന്തോറും വീര്യം കൂടും എന്നതുപോലെ 40 വർഷത്തിലേറെയായ ഈ സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ ഇത്ര വിശ്വാസ്യത നിലനിർത്താൻ എങ്ങനെ സാധിക്കും? ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഈ സ്ഥാപനത്തിൽ ആദ്യം തൊട്ടേ വിൽക്കാറുള്ളൂ. പിന്നെ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. വിൽക്കുന്ന എല്ലാ സാധനങ്ങളിലും 100% ക്വാളിറ്റി ഉറപ്പുവരുത്തി മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെ മെറ്റീരിയൽസാണ് സാർ പ്രധാനമായിട്ട് നമുക്കിവിടെ ഉള്ളത്? ഒന്ന് വിശദമായി പറയാമോ? അത് പറഞ്ഞാൽ ധാരാളം ഐറ്റംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെയുള്ള മെറ്റീരിയൽസിൻ്റെ കാപ്രിയാൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കേരള ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് തുടങ്ങിയത്. ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ റെയ്മണ്ടിൻ്റെ ഫർണിഷിംഗ് ക്ലോത്തിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോലെ റെയ്മണ്ട് ബെഡ്ഷീറ്റിൻ്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ, മെക്കൻഡോഷൻ, വികാംക്ഷി എന്ന പേരിലുള്ള ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി മെക്കൻഡോഷ് കുട്ടികളെ കിടത്താനുള്ള റബ്ബർ ഷീറ്റിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷനുണ്ട്. പിന്നെ ഈ ജീപ്പിൻ്റെ ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന നൈലോൺ പടുത ദർശൻ ഡെസ്കോട്ട് എന്ന ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റും ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ കർട്ടൻ തുണികൾ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ എടുത്ത് ഞങ്ങളുടെ ഷോറൂമുകളിൽ മാത്രം വിൽക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഇന്ത്യയിലെങ്ങും ലഭ്യമല്ല. എന്ന് വെച്ചാൽ ഡിസൈൻ ഞങ്ങളുടെ ഡിസൈനേഴ്സിനെ കൊണ്ട് തന്നെ ഞങ്ങൾ
ഡിസൈൻ ചെയ്യിച്ച്, അല്ലെങ്കിൽ ചില ഈ റെയ്മണ്ടിൻ്റെ കോൺട്രാക്റ്റ് ഡിസൈനേഴ്സ് ഉണ്ട്, അവരെ കൊണ്ടൊക്കെ ഡിസൈൻ ചെയ്യിച്ച് ഞങ്ങൾ തന്നെ ഗുജറാത്തിലൊരു കമ്പനിയിൽ നിന്നും മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കർട്ടൻ തുണിയാണെങ്കിലും 45% കോട്ടനും 20% വെസ്കോസും ബാക്കി പോളിസ്റ്ററും ചേർത്തുണ്ടാക്കുന്ന മെറ്റീരിയൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല ഐറ്റമാണ്. അതുപോലെ കർട്ടൻ്റെ ഫോള് നിൽക്കാൻ നല്ലതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് 20 വർഷം 30 വർഷം പഴക്കമുള്ള കസ്റ്റമേഴ്സ് വീണ്ടും ഞങ്ങളുടെ ഒരിക്കൽ വീണ്ടും വന്ന് കർട്ടനുകൾ മാറാൻ വേണ്ടി വരുന്നുണ്ട്. കൂടാതെ കർട്ടനുകൾക്ക് ഞങ്ങൾ നല്ല സർവീസ് കൊടുക്കാറുണ്ട്, വാഷ് ചെയ്യാനുള്ള സൗകര്യം ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഫർണിഷിംഗ് ക്ലോത്ത് ആണെങ്കിലും നല്ല അപ്പോൾസ്ട്രി വർക്കുകൾ ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വില കൂടിയ ഒരു മീറ്ററിന് 10-12,000 രൂപയൊക്കെ വിലയുള്ള അപ്പോൾസ്ട്രി ക്ലോത്തുകൾ വിൽക്കുന്നുണ്ട്, അതുകൂടാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കറേഷൻ ഐറ്റംസ്, കുഷ്യൻസ്, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മാട്രസുകൾ, ലാറ്റക്സിൻ്റെ മാട്രസുകൾ എൽബയുടെ ബ്രാൻഡിൽ തന്നെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഒത്തിരി ഐറ്റംസ്, ടർക്കികൾ, ബെഡ്ഷീറ്റുകൾ, ഡോർമാറ്റുകൾ, കംഫർട്ട്സ്. ഡോർമാറ്റിനകത്ത് തന്നെ ഞങ്ങൾ വളരെയധികം സെലക്ഷൻസ് എടുക്കാറുണ്ട്. ഒരു 10-200 വെറൈറ്റി കൂടുതൽ ഡോർമാറ്റ് ഒരു സമയത്ത് വിൽക്കുന്നുണ്ട്. ഡ്യൂറോടെർപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൈം ടെക്നോപ്ലാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനുണ്ട്. അതിനോളം ക്വാളിറ്റിയുള്ള ഡോർമാറ്റുകൾ വേറെ മാർക്കറ്റിൽ കിട്ടാറില്ല. അതിൻ്റെ ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ധാരാളം സ്ഥാപനങ്ങൾ ഈ ഐറ്റംസ് ഇവിടെ വന്ന് ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങാറുണ്ട്. പറഞ്ഞു പോയാൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. സെൻട്രൽ കാർപ്പറ്റുകളുണ്ട്, അങ്ങനെ ഐറ്റംസിൻ്റെ നീണ്ട നിരയുണ്ട്. വിപുലമായ ഒരു ശേഖരം തന്നെ ഉണ്ട്, വിപുലമായ ശേഖരമുണ്ട്. അതുകൂടാതെ തിരുവല്ലയിലെ ബ്രാഞ്ചിലും ഇതുപോലെ തന്നെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ തെക്കൻ സൈഡുകളിലുള്ള ആളുകൾക്ക് വളരെ സൗകര്യമായിട്ട് അവിടെ വന്ന് മേടിക്കാൻ പറ്റും. നമുക്ക് എവിടെയൊക്കെയാണ് സാർ മറ്റ് ബ്രാഞ്ചുകളുള്ളത്? തിരുവല്ലയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ബ്രാഞ്ചുകളുള്ളത്. ഞങ്ങളുടെ ഫുൾ സിംഗിലുള്ള ബ്രാഞ്ചാണ് തിരുവല്ലയുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങളുടെ എൽബ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് ഉണ്ട്, എൽബ ബെഡ് എംപോറിയോ ഉണ്ട്, എൽബ ഇൻറ്റീരിയൽ ഡിസൈനിങ് ഉണ്ട്. ഞങ്ങൾക്ക് മോഡുലാർ കിച്ചൺ, മോഡുലാർ ഐറ്റം ഉണ്ടാക്കുന്ന ഫാക്ടറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുണ്ട്, ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ. അങ്ങനെ ധാരാളം ഐറ്റംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ നിന്നാൽ ഒത്തിരി സമയം നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുക. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മിതമായ വില, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. കർട്ടൻസൊക്കെ എനിക്ക് തോന്നുന്നു 1500-ൽ പരം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കർട്ടൻസിന് തന്നെ സെക്ഷൻ. ഇതൊക്കെയാണോ സാർ നമ്മുടെ വിജയമന്ത്രം? അതിലൊക്കെ കൂടുതൽ സെലക്ഷൻസ് ഉണ്ട്. അത് ശരി. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുന്നിടത്തോളം ഫോൾഡേഴ്സ് കേരളത്തിൽ ഒരു ട്രേഡേഴ്സിൻ്റെ കയ്യിലും ഇല്ലെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായിട്ട് പറയാം. ഓരോ ഫോൾഡേഴ്സും 5000 തൊട്ട് 10,000 രൂപ, 10,000, 12,000 രൂപയൊക്കെ വിലയുള്ള ഒരു 500 ഫോൾഡറിൽ കൂടുതൽ സെലക്ഷൻ ആളുകളെ കാണിക്കാൻ വരും. ഒരു ഫോൾഡറിൽ തന്നെ ഒരു 100 സെലക്ഷൻ വരും. അപ്പം ആ പറയുന്ന ഇത്രയൊന്നും അല്ല സെലക്ഷൻ കിടക്കുന്നത്. ഒരു ദിവസം കർട്ടനൊക്കെ സെലക്ഷൻ ചെയ്യാൻ വരുന്നവർ ഒരു ദിവസം മുഴുവൻ നോക്കിയിട്ട് പോരാഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വരേണ്ടതായ രീതിയിലുള്ള സെലക്ഷൻസ് ഉണ്ട്, ധാരാളം സെലക്ഷൻസ് ഉണ്ട്. അതുതന്നെയുമല്ല, ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ, ക്വാളിറ്റി ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഒരു വിജയമന്ത്രം. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിനുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞുള്ള ഒരു ലേ ഔട്ട്, 5 മുതൽ 70% വരെ സെലക്റ്റഡ് ഐറ്റംസിനുള്ള ഡിസ്കൗണ്ട്, അതൊക്കെ ആയിരിക്കും എൽബ ഇത്രയും ജനപ്രിയമാക്കിയതല്ലേ സാർ? ഡിസ്കൗണ്ടുകളും ധാരാളം കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ്, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് കർട്ടൻ ആൻഡ് ഫർണിഷിംഗ് രംഗത്ത് ഇത്രയും പരിചയമുള്ള, എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീരിയൽ ഡിസൈനേഴ്സിനെ തോൽപ്പിക്കുന്ന രീതിയിൽ അത്രയ്ക്കും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള നല്ല കണ്ണിങ് ആയിട്ടുള്ള നല്ല മിടുക്കന്മാർ സ്റ്റാഫുകളുണ്ട് ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന രഹസ്യം. ഈ ഹോട്ടൽസിൻ്റെയൊക്കെ ആണെങ്കിലും വലിയ ഹോട്ടൽസിൻ്റെ ധാരാളം വർക്കുകൾ എടുക്കാറുണ്ട്. അങ്ങ് വിഴിഞ്ഞത്തെ ട്രാവൻകൂർ ഹെറിറ്റേജ് ഹോട്ടലിലോട്ട് അങ്ങ് വയനാട് വരെ വൈത്തിരി ഹോട്ടൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ധാരാളം ഹോട്ടൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബെഡ് വേണം, ബെഡ് ലിനം വേണം, ബെഡിലിടുന്ന കുഷ്യൻ വേണം, പില്ലോ കവർ വേണം, ബെഡ്ഷീറ്റുകൾ വേണം, ടർക്കികൾ, ഡോർമാറ്റ്, അതിനോട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും വേണം. അങ്ങനെ A to Z ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോട്ടലുകൾക്ക്. സാർ, ഈ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയത്, അതുപോലെ എന്നോട് കസ്റ്റമേഴ്സ് പറഞ്ഞത്, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു മൃദു സമീപനം
മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് എൽബയിലെ സ്റ്റാഫുകൾ. അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ പല കസ്റ്റമേഴ്സും ഇന്ന സ്റ്റാഫ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം വരുന്ന അവസ്ഥയുണ്ട് ഞങ്ങളുടെ എല്ലാ ഷോപ്പിലും തന്നെ. ആ സ്റ്റാഫ് ഇന്നില്ലെങ്കിൽ ആ കസ്റ്റമർ അടുത്ത ദിവസം അയാളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. ആ രീതിയിൽ കസ്റ്റമേഴ്സിന് ബന്ധമുണ്ട്. അതിനകത്ത് പ്രധാന കാര്യം, സാധാരണ ഒരു ടെക്സ്റ്റൈലൊക്കെയാണെങ്കിൽ നമ്മളവിടെ ചെന്ന് ഒരു സാധനം എടുക്കുന്നു പോരുന്നു എന്നല്ലാതെ കർട്ടൻ ആകുമ്പോഴത്തേക്ക് ആദ്യം വന്ന് സെലക്ഷൻ തൊട്ട് കസ്റ്റമേഴ്സുമായിട്ടൊരു ബന്ധമാണ്. സെലക്ഷൻ കഴിയുന്നു, നമ്മൾ അവരുടെ വീട്ടിൽ പോയി മെഷർമെൻ്റ് എടുക്കുന്നു, അവർ വന്നിവിടെ വീണ്ടും സെലക്ഷൻ നടത്തുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു, അത് പാക്ക് ചെയ്തുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത്രയും നീണ്ട ഒരു പ്രോസസ്സിങ് ഉള്ളത് കൊണ്ട് വീണ്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് വിളിച്ച് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പം വളരെ ദീർഘമായ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് സെയിൽസ്മാൻമാർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പർട്ടിക്കുലർ സെയിൽസ്മാനെ മാത്രം ചോദിച്ചു വരുന്ന സെയിൽസ്മാൻമാരെ മാത്രം ചോദിച്ചു വരുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ ഫെസ്റ്റിവൽ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ഓഫർ, ഇപ്പോൾ ഓണം ആയിക്കോട്ടെ, റംസാൻ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അതുപോലെ ഫെസ്റ്റിവൽ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ഓഫറുകൾ കൊടുക്കുന്നത് എൽബയാണ്. ആ ഓഫറുകളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങൾ ഓഫറിന് വേണ്ടി ഒരു സാധനവും മേടിച്ച് കൊടുക്കാറില്ല. ഞങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ ചിലപ്പം ഈ ക്ലോസ് ഔട്ട് ആകുന്ന പ്രോഡക്റ്റുകളുണ്ട്. കർട്ടനൊക്കെ അങ്ങനെയുള്ള കുറച്ച് വർഷങ്ങളാകുമ്പം ക്ലോസ് ഔട്ടാകും. ക്ലോസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടിയേരാ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 70% വരെയൊക്കെ ഡിസ്കൗണ്ടിൽ കൊടുക്കും. പക്ഷേ ഈ ടെക്സ്റ്റൈൽ ഫീൽഡിലൊക്കെ ഓഫറിന് വേണ്ടി സാധനം മേടിക്കുകയും ഓഫറിൽ വിൽക്കുകയും ചെയ്യും. പക്ഷേ എൽബ ട്രേഡേഴ്സ് ഒരു സാധനവും ഓഫറിന് വേണ്ടി മേടിക്കാറുമില്ല, കൊടുക്കാറുമില്ല. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇപ്പം ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നല്ല ഡിസ്കൗണ്ട് കൊടുത്തെന്ന് വെച്ചാൽ പ്ലേസ് വേസ്റ്റേജ് ആയിട്ട് പോകുന്നതാണ് ബിസിനസ്സിലെ ഏറ്റവും പ്രധാന കൺസെപ്റ്റ്. ഒരു സാധനം ഇത്ര സമയത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവ്, ആ സ്ഥലത്തിൻ്റെ റെൻറ്റ്, അതിനകത്തുള്ള ഇതൊക്കെ നോക്കുമ്പം അതിനെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും കൊടുത്ത് നമ്മൾ അവനെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡിസ്കൗണ്ടിലെ ഏറ്റവും പ്രത്യേകത. ഞങ്ങൾ ഡിസ്കൗണ്ടിന് വേണ്ടി ഒരു സാധനവും മേടിക്കാറുമില്ല, ഡിസ്കൗണ്ടിന് വേണ്ടി വിൽക്കാറുമില്ല. ഇരിക്കുന്ന സാധനങ്ങളിൽ തന്നെ നല്ല ഡിസ്കൗണ്ട്. അപ്പോൾ അത് കസ്റ്റമർക്ക് ബോധ്യപ്പെടും ഇത് നല്ല സാധനം തന്നെയാണ്. നേരത്തെ അവർ തന്നെ നല്ല വിലയ്ക്ക് മേടിച്ച സാധനമായിരിക്കും അവർക്ക് 50-70% ഒക്കെ കുറച്ച് കൊടുത്ത് അന്നേ അവരോട് കാര്യം പറയും, ഇന്നോലെയാണ് ഇത്, നിങ്ങൾ ഈ ചോദിക്കുന്ന 10 മീറ്റർ അല്ലെ 12 മീറ്റർ 15 മീറ്റർ ആക്കി തരാൻ യാതൊരു നിർവാഹവും ഇല്ല. ഈ 12 മീറ്റർ കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. വേറെ വേണമെങ്കിൽ അടുത്ത റൂമിലേക്ക് വേറെ എണ്ണം സെലക്ട് ചെയ്യുക. ആ രീതിയിലാണ് ഡിസ്കൗണ്ട്. വിറ്റഴിക്കൽ മേളയ്ക്ക് വേണ്ടിയുള്ള ഡിസ്കൗണ്ട് ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. സാറേ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പം 41 വർഷമായി ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ സാലി മാഡത്തിൻ്റെ സപ്പോർട്ട് താങ്കൾക്ക് എങ്ങനെയാണ്? ധാരാളമായിട്ടുണ്ട്. സാലിയുടെ ഫാമിലിയും ഒരു ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പം തൊട്ട് ഞങ്ങളുടെ ബിസിനസ് വളരെ ചെറുതായിട്ട് ഞങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് വന്നപ്പോൾ എന്നോടൊപ്പം അന്ന് തൊട്ട് എല്ലാ രംഗത്തും ഇപ്പോഴും ഞങ്ങളുടെ അറ്റൻഡൻസ്, സാലറി, പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് സാലിയാണ്. അപ്പം എല്ലാ രംഗത്തും ഞാനില്ലാത്തപ്പോഴും ഞങ്ങൾ വെളിയിൽ പോകുമ്പോഴും അങ്ങനെയുള്ള എല്ലാ അവസരങ്ങളിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ബിസിനസ് നടത്തുന്നത്. അത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിലും വളർച്ചയുടെയും ഏറ്റവും പ്രധാന രഹസ്യമാണ്. അതുപോലെ തന്നെ മക്കളും അവരും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. അവർ രണ്ടുപേരും വെളിയിൽ പോയി പഠിച്ചേച്ചും വന്നതാണ്. രണ്ടുപേരും UK പോയി ഹയർ സ്റ്റഡി നടത്തിയിട്ട് വന്നതാണ്. ഒരാൾ MBA എടുത്തു, ഒരാൾ ഇന്റീരിയർ ഡിസൈനിങ് മാസ്റ്റേഴ്സ് എടുത്തു. അപ്പോൾ അവരും ഈ കൂടെ തന്നെ നിൽക്കുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് 2 ആൺപിള്ളേരാണുള്ളത്. അവരുടെ 2 പേരുടെയും വൈഫുമാരും ഞങ്ങളുടെ ബിസിനസ്സിൽ തന്നെ ഇൻവോൾവ് ആണ്. അവർ 2 പേരും ജോലിക്കാരായിരുന്നു. മൂത്തയാൾ ചൂണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിന് കഴിഞ്ഞ് അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ ആൾ ഇൻഫോസിസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. മാരേജ് കഴിഞ്ഞ് 2 പേരും അത് റിസൈൻ ചെയ്തു. ഇപ്പം ഞങ്ങളുടെ ഇൻറ്റീരിയൽ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മൂത്തയാളും അക്കൗണ്ട് സെക്ഷൻ ഇത് നോക്കുന്നത് രണ്ടാമത്തെ മോളുമാണ്. അവരും ഞങ്ങൾ ഫാമിലി എല്ലാവരും തന്നെ ബിസിനസ്സിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്യൂ ഒന്നുമില്ല, അതുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് 5 കൊച്ചുമക്കളുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു വലിയ ജോയിൻറ്റ് ഫാമിലി ആയിട്ട്
വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. അതും ഞങ്ങളുടെ ഒരു ബിസിനസിന്റെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കുന്നു. കുര്യൻ സാറിന് 41 വർഷത്തെ സേവന പരിചയമാണ് ബിസിനസ്സിലുള്ളത്. അപ്പോൾ ഒരുപാട് അവാർഡുകൾ താങ്കളെ തേടി എത്തിയിട്ടുണ്ടാവും. അതേക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? ധാരാളം അവാർഡുകൾ കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. 2015 വേൾഡ് മലയാളി കൗൺസിൽ സ്വിറ്റ്സർലൻഡ് ചാപ്റ്റർ ഏർപ്പെടുത്തിയ ബെസ്റ്റ് ബിസിനസ്മാൻ എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നു. അതുകൂടാതെ സൗദിയിൽ നിന്നൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണേലും ദീപിക പത്രത്തിൻ്റെ അവാർഡുണ്ടായിരുന്നു. പിന്നെ മംഗളം പത്രം നടത്തിയിരുന്ന ബിസിനസ് അവാർഡുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ലയൺസ് ക്ലബിൻ്റെ ഓൾ കേരള രീതിയിൽ നടത്തിയ അവാർഡിൽ ഞാനായിരുന്നു വിന്നർ. കൂടാതെ കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡുണ്ടായിരുന്നു. പിന്നെ ചെറുതും വലുതുമായി ധാരാളം അവാർഡുകളുണ്ട്. ഞാൻ ലയൺസ് ക്ലബിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലും അങ്ങനെ മറ്റ് സാംസ്കാരിക രംഗത്തൊക്കെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ്, ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ്, കോട്ടയം ജില്ലാ സെക്രട്ടറി, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളും ബിസിനസ് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനിയുള്ള പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് സാർ? ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് കസ്റ്റമർ ഫ്ലോ കുറഞ്ഞു വരികയാണ്. അപ്പം ഞങ്ങൾ വീണ്ടും ഈ വൻകിട ഹോട്ടൽസുകളും അതുപോലെ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരുടെ ഒരു റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല റിസൾട്ട് കാണുന്നുണ്ട്. നിലവിലിപ്പം കേരളത്തിലെ ഒരു ബിസിനസ് ഒരു അത്ര ഫ്ലറിഷ്ഡ് ആയിട്ടല്ല പോകുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ധാരാളം പ്രതിസന്ധി. കോവിഡിന് ശേഷം 2014 ഡിമോൺസ്ട്രേഷൻ തൊട്ടാണ് ഈ പ്രോബ്ലംസ് വരാൻ തുടങ്ങി. അതിനുശേഷം വലിയ ഫ്ലഡ് വന്നു, അതിനുശേഷം കൊറോണ വന്നു. അങ്ങനെയൊക്കെ വന്നുകൊണ്ട് സാമ്പത്തിക രംഗം വളരെ മോശമായി. മാർക്കറ്റിലെ ക്യാഷ് ഫ്ലോ കുറഞ്ഞുപോയി. പിന്നെ ധാരാളമായിട്ട് ആളുകൾ വെളിയിലേക്ക് പോകാൻ തുടങ്ങി. വെളിയിലേക്ക് ധാരാളം ആളുകൾ പോകുന്നതുകൊണ്ട് മാർക്കറ്റിലെ റണ്ണിങ് കസ്റ്റമേഴ്സ് വരവ് വളരെ കുറഞ്ഞു. കൊറോണയ്ക്ക് ശേഷം വളരെയധികം ഓൺലൈൻ കച്ചവടത്തിലേക്കും പോയി. അപ്പം അങ്ങനെ അത് വളരെയധികം ബാധിച്ചു. ഞങ്ങളുടെ എന്നുള്ളതല്ല, കേരളത്തിലുള്ള എല്ലാ ബിസിനസ്സുകാരെയും അത് വളരെ രൂക്ഷമായിട്ട് ബാധിച്ചു. കൊറോണയുടെ സമയത്ത് ജനത്തിന് കയറി ചെല്ലാത്തില്ലാത്തടത്തും ഈ ഇതുപോലെയുള്ള ഓൺലൈൻ സപ്ലയേഴ്സിനെ സർക്കാർ അനുവദിച്ചിരുന്നു. അത് വളരെയധികം എല്ലാ ബിസിനസ്സിനെയും ദോഷകരമായിട്ട് ബാധിച്ചു. പിന്നെ അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം പലയിടത്തും ഈ വീട്ടിലിരിക്കുന്ന കാരണവന്മാർക്ക് വീട്ടിന് വെളിയിലിരിക്കുന്ന മക്കളായിരിക്കും സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഡെലിവറി വീട്ടിൽ കൊടുക്കുന്നത്. അതൊക്കെ ബിസിനസ്സിനെ വളരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന വലിയ പ്രോജക്റ്റ്, ഞങ്ങളിപ്പം നടക്കുന്ന ഹോട്ടൽ ബിസിനസ്സുകളെ പള്ളികൾ, സ്ഥാപനങ്ങൾ, അവിടെ എല്ലാം അവരുമായിട്ടുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ കീപ്പ് ചെയ്യാനും അവർക്ക് കൂടുതൽ സാധനങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ കൊടുക്കാനും അവർക്കും കൂടുതൽ സൗകര്യമാണ്. ഞങ്ങൾക്ക് കൂടുതൽ ബിസിനസ് വരുത്താൻ വേണ്ടിയുള്ള ഒരു പുതിയ പ്രോജക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളെ സെയിൽസ്മാൻമാർ തന്നെ മാർക്കറ്റിങ്ങിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ വലിയ പ്രോജക്റ്റുകളൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക അവസ്ഥയല്ല കേരളത്തിൽ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ. എന്തായാലും എൽബ ട്രേഡേഴ്സിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്ന സാറിനും മാഡത്തിനും പ്രത്യേക നന്ദി. നമസ്കാരം. എൽബ ട്രേഡേഴ്സിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ പ്രിൻസ് കുര്യൻ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ പ്രമുഖ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗൂഗിൾ റിവ്യൂ, അതിന് മാക്സിമം 0.5 അതിൽ കേരളത്തിലെ മറ്റൊരു കമ്പനികൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത 4.9 എന്ന കസ്റ്റമർ റിവ്യൂ നമ്മുടെ ഈ സ്ഥാപനത്തിനാണ്. അതെങ്ങനെ സാധ്യമാകുന്നു? ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ അത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുത്ത് ഞങ്ങളുടെ ഈ വിശ്വാസ്യത, അതാണ് ഏറ്റവും വലിയൊരു പ്രധാന പോയിന്റ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസും അതിൽ കസ്റ്റമേഴ്സ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആവുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ റിവ്യൂയിലൂടെ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഒത്തിരി ആൾക്കാർ കാശ് കൊടുത്തും ഒക്കെ റിവ്യൂസ് ഇടും. പക്ഷെ ഞങ്ങളുടെ റിവ്യൂസ് നോക്കിയാൽ അറിയാം പല കസ്റ്റമേഴ്സും അവരുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ്, ആത്മാർത്ഥമായുള്ള റിവ്യൂസ് ആണ് കൂടുതലും ഞങ്ങൾക്ക് വന്നേക്കുന്നത്. അന്നേരം അത് വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ക്വാളിറ്റിയും ഞങ്ങളുടെ സർവീസും കൊണ്ട് കിട്ടിയേക്കുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് ഞങ്ങളുടെ റിവ്യൂസ്. സാർ, നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ ഈ ഷോപ്പിലേക്ക് എത്തുന്നത്? നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ
ഫ്ലോ ഉണ്ട്. അതിൽ കൂടുതലും നമുക്കൊരു മൗത്ത് ടു മൗത്ത് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പബ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനല്ലാണ്ട് നമ്മൾ വേറൊരു അഡീഷണൽ പബ്ലിസിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പം പല വീടുകളിലും നമ്മളിപ്പം ഹൗസ് വാമിങ്ങിനൊക്കെ ചെല്ലുമ്പം അവരെവിടുന്ന ഇത് ചെയ്തതെന്ന് ചോദിച്ച് തപ്പിപ്പിടിച്ച് നമ്മളെ വരുന്ന കസ്റ്റമേഴ്സ് ആണ് ഞങ്ങൾക്ക് കൂടുതലും ഉള്ളത്. അങ്ങനെ ഒരു റിവ്യൂയിലൂടെ ആണ് നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നതും അവർ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തു ആണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ഈ പണ്ട് തൊട്ടുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം നമുക്ക് ഒരു കസ്റ്റമർ അവരുടെ റിപ്പീറ്റേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിലൊരു കർട്ടൻ ഇട്ടു, അവരത് കണ്ട് മടുത്തു അവർക്കത് മാറ്റണം എന്ന് തോന്നിയാലാണ് ആ കസ്റ്റമർ നമുക്ക് റിപ്പീറ്റ് വരുന്നത്. അല്ലാണ്ട് ഇതൊരു കംപ്ലൈന്റ് ആയിട്ടോ ഇത് ചീത്തയായി പോയിട്ടോ മാറേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന കസ്റ്റമേഴ്സ് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കസ്റ്റമർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ്. പലൊരു കസ്റ്റമറും വരുമ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും ഞങ്ങൾ അന്നിട്ട കർട്ടൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, പക്ഷേ ഇത് ഒത്തിരി നാൾ കണ്ട് ഞങ്ങൾ മടുത്തത് കാരണം നമുക്ക് വേറെ ഒരെണ്ണം വേണം. അന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫർണിഷിങ്ങിലാണെങ്കിലും ഒക്കെ നമ്മൾ അത്രയും ഇപ്പോൾ റേമണ്ട് പോലെയുള്ള കമ്പനികളുടെ ക്ലോത്ത് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ബ്രാൻഡഡ് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് ആ ഒരു ലൈഫ് നല്ല രീതിയിൽ കസ്റ്റമർക്ക് നമുക്ക് ഇത് ചെയ്യാൻ കൊടുക്കും, അവർക്ക് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാരണം തന്നെ പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന്റെ മൗത്ത് ടു മൗത്ത് കോൺവെർസേഷനിലൂടെയും വരുന്ന കസ്റ്റമേഴ്സ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ അതാണ് കസ്റ്റമേഴ്സിന്റെ ഗൂഗിൾ റേറ്റിംഗിൽ 4.9 കിട്ടിയ വിജയ രഹസ്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, കാണുന്ന ഈ പ്രേക്ഷകർക്കും മനസ്സിലായി കാണും. അതെ. എൽബയുടെ ഇന്റീരിയർ സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൽബ ട്രേഡേഴ്സിന്റെ ബഹുമാന്യനായ ഡയറക്ടർ പ്രശാന്ത് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ഒരുപാട് ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ എൽബ വ്യത്യസ്തമാണെന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. എങ്ങനെ വ്യത്യസ്തമാക്കുന്നു? നമ്മൾ ഡിസൈനിങ് അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ, നമ്മുടെ ഓൺ ഫാക്ടറി ഉണ്ട്. ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് നമ്മുടെ ഫാക്ടറി ഉള്ളത്. ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമർക്ക് വേണ്ട ഒരു ചെറിയ ഒരു ടി വി യൂണിറ്റ് ആണെങ്കിൽ അത് മുതൽ ഒരു ഫുൾ ഇൻറ്റീരിയർ ആയിട്ട് സൊല്യൂഷൻസ് വരെയും കൊടുക്കാൻ വേണ്ടി നമ്മളോട് സാധിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ തന്നെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം കസ്റ്റമർക്ക് വേണ്ട പ്രൈസിങ്ങിൽ കസ്റ്റമൈസ് ചെയ്ത് എല്ലാ ഓപ്ഷൻസും ഒരേ കുടക്കീഴിൽ, അതിനോടൊപ്പം തന്നെ നമ്മൾ ഫർണിഷിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാട്രസ് ആയിട്ട് ഇൻറ്റീരിയർ സംബന്ധമായിട്ട് ഒരു കസ്റ്റമർക്ക് എന്താണോ ആവശ്യം, ഒരു സിവിൽ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് മുതൽ ആ ഒരു എൻഡ് സൊല്യൂഷൻ വരെയും, അപ്പോൾ ഒരു ഹൗസ് വാമിങ്ങിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഫ്രണ്ട് ഒരു വീട്ടിലോട്ട് കയറുന്ന മുമ്പുള്ള ഒരു ഡോർമാറ്റ് വരെ നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഗുഡ് വില്ലും അത് നമ്മുടെ ഒരു വലിയൊരു മേന്മ തന്നെയാണ്. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ആ ഗുഡ് വിശ്വാസ്യത കൊണ്ട് സാധിക്കും. എന്തൊക്കെ മെറ്റീരിയലാണ് പ്രധാനമായിട്ട് ഉള്ളത് ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മൾ ഒരു 90% വർക്കും ചെയ്യുന്നത് മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. അത് തന്നെ 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ്, അതിന് നല്ല ക്വാളിറ്റിയുള്ള മറൈൻ പ്ലൈവുഡിലാണ് ചെയ്യുക. അതുപോലെ അതിനോടൊപ്പം തന്നെ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ബോർഡ് പ്രോസസ്സിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. HDF-ലോ MDF-ലോ പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ്, അങ്ങനെയുള്ള ഏത് കൈൻഡ് ഓഫ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ജർമ്മൻ മെഷീനറീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ നമ്മൾ ഫാക്ടറിയിലോട്ട് വെൽക്കം ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും അതിനുള്ള അതെ, തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡുലർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ കസ്റ്റമേഴ്സിന്റെ ഉള്ളിലിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, ഏത് ക്വാളിറ്റിയുള്ള പ്ലൈ ആണ്, എന്ത് മെഷീൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പരിധിവരെ അറിയാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ നമ്മുടെ ഫാക്ടറിയിലോട്ട് തന്നെ വെൽക്കം ചെയ്യും. ഞങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻസും ക്വാളിറ്റിയും കണ്ട് എൻഷുർ ചെയ്ത് മേടിക്കുക എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കസ്റ്റമറെ ഫാക്ടറിയിലോട്ട് വെൽക്കം ചെയ്യുന്നത്. നമ്മളെ മൊത്തത്തിലെ വർക്കുകൾ എടുത്ത് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സിവിൽ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജ് മുതൽ ഒരു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റേജ് മുതൽ നമ്മൾ എപ്പോഴും താല്പര്യപ്പെടുന്നത് വേറെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവിടുത്തെ വേണ്ട ഇലക്ട്രിക്കല്, അങ്ങനെ വരുന്ന പ്ലംബിംഗ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഗൈഡ് ലൈൻസ് അതനുസരിച്ച് നമ്മുടെ ഡിസൈന് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നേരെ മറിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ മൊമെന്റിൽ നമ്മൾ പ്ലാസ്റ്ററിങ് അടക്കം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ലൈറ്റിംഗ് പോയിന്റ്സ് മാറ്റേണ്ടതായിട്ട് വരും, പ്ലംബിംഗ് പോയിന്റ്സ് മാറ്റേണ്ടതായിട്ട് വരും. അപ്പം കസ്റ്റമറെ സംബന്ധിച്ച് അതെല്ലാം മാറ്റി രണ്ടാമത് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ഇന്റീരിയർ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പല രീതിയിലുള്ള മൊത്തത്തിലൊരു മാറ്റം വരും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പ്രത്യേകം നന്ദി. താങ്ക് യു. താങ്ക് യു. സുതാര്യം, വിശ്വസ്തത, വിലക്കുറവ്,
ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. അതാണ് എൽബ ട്രേഡേഴ്സിൻ്റെ മുഖമുദ്ര. 41 വർഷമായി ഈ സ്ഥാപനം മുന്നേറാനുള്ള കാരണവും അതാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.